പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ചെന്താമരയ്ക്കായി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. മറ്റന്നാൾ തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വൻ സുരക്ഷാ സന്നാഹത്തോടെയായിരിക്കും തെളിവെടുപ്പ് നടക്കുക. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. വിപിൻ, കേരളം വിറങ്ങലിച്ചു നിന്ന കൊലപാതകമാണ്. വലിയ പ്രതിഷേധം അവിടെ നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പിന് കനത്ത സുരക്ഷ പോലീസ് ഉറപ്പായും ഒരുക്കും. എന്താണ് പോലീസ് ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്നത്? ഇതിനോടകം തന്നെ തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 2 ദിവസത്തെ കസ്റ്റഡി. എന്താണ് വിശദാംശങ്ങൾ, വിപിൻ സി വിജയൻ? റീജിത്ത്, ജനരോഷം ഭയന്നുകൊണ്ട് തന്നെയായിരുന്നു, അല്ലെങ്കിൽ അത് ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്കയുള്ളത് കൊണ്ട് തന്നെയായിരുന്നു പോലീസ് ആദ്യഘട്ടത്തിൽ ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാതിരുന്നത്. കസ്റ്റഡി അപേക്ഷ നാളെ സമർപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഇപ്പോൾ വിയൂർ ജയിലിലാണ് ചെന്താമര ഉള്ളത്. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരിക്കും തെളിവെടുപ്പ് നടക്കുക. പോത്തുണ്ടിയിലെ വീട്ടിലെത്തിച്ച് ചൊവ്വാഴ്ച തെളിവെടുപ്പ് നടക്കും. അത് പകൽ സമയത്തായിരിക്കും. ഒപ്പം തന്നെ ഒരു വിശദമായിട്ടുള്ള ഒരു തെളിവെടുപ്പ് തന്നെ ആയിരിക്കും. കാരണം അവിടെ ഉണ്ടായിരുന്ന എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിന്റെ ഒരു ചിത്രീകരണം അത് വിശദമാക്കിയതിനു ശേഷമായിരിക്കും പോവുക. ഏകദേശം ഒരു 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന തെളിവെടുപ്പായിരിക്കും എന്നുള്ളത് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയ്ക്കാണ് ഇപ്പോൾ അപേക്ഷ നൽകുന്നത്. അതായത് ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടി തന്നെ തിരിച്ച് ജയിലിലേക്ക് ചെന്താമരയെ വിട്ടയക്കും. ഒപ്പം തന്നെ കനത്ത സുരക്ഷ ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതിൽ 100ഓളം വനിതാ പോലീസുകാർ തന്നെ ഉണ്ടാകും. ഒപ്പം ഡ്രോൺ അടക്കം പറത്തിക്കൊണ്ടുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു സുരക്ഷ അവിടെ ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടുള്ള ഒരു ജനരോഷം ആ പ്രദേശത്ത് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം അത്രയും ഒരു കൊടും കുറ്റവാളിയാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് അതിനുള്ളൊരു സുരക്ഷ ഒരുക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. 400ഓളം പോലീസുകാരുണ്ടാവും. അതിൽ വനിതാ പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ഒപ്പം ഡ്രോൺ അടക്കം പറത്തിക്കൊണ്ടുള്ള സുരക്ഷ കൂടിയാണ് ഒരുക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയോടെ കേരളം ഏറ്റവും അടുത്ത കാലത്ത് ഞെട്ടിത്തെറിച്ച ഒരു കേസിന്റെ തെളിവെടുപ്പ് നടക്കും.